ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെയധികം വിഷമമുള്ളൊരു വ്ളോഗാണ്. വളരെയധികം മീൻസ് ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു വ്ളോഗാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും പോവാണ്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ ഹോസ്റ്റലാണ്. ലാസ്റ്റ് ഡേ ഇന്നലെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോവാണ്. ഫസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഞാൻ തന്നെയാണ്. പിന്നെ ഗൗരി എൻ്റെ കൂടെ വരാനിരുന്നതാണ്, പക്ഷേ ഗൗരിക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. ഇന്ന് മഴ കാരണം എക്സാം മാറ്റി വെച്ചതുകൊണ്ടാണ് അവർക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല. അപ്പം ഞാനാണ് പോകുന്നത്. എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു. ഭയങ്കര വിഷമമാണ്, കാരണം 3 വർഷം ഒരു ഫാമിലി പോലെ, ഫാമിലി അല്ല, ഒരു ഇതായിട്ട് ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്കത് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു വിഷമം അത്രയും കാണത്തില്ലായിരിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇങ്ങോട്ട് ഒരു തിരിച്ച് വരക്കമില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. എല്ലാവരും ഇവിടെ ഉണ്ട്. ഗൗതമിയും വന്നിട്ടുണ്ട്. ആദ്യം ഇന്ന് ഇൻറ്റേൺഷിപ്പിന് പോയില്ല. ഐഷു മാത്രമില്ല. ഐഷു വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്നുകൊണ്ട് ഐഷു പോയി. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നല്ല രീതിക്കുള്ള വിഷമമുണ്ട്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അകത്ത് പോയി കാണാം. ഗൗരി റെഡി ആവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ വ്ളോഗ് എടുക്കാൻ വേണ്ടി. അയാളെ ഫോൺ കിട്ടുന്നുണ്ട്. അവളുടെ ഫോണിലൊന്നും കാണത്തില്ല. അവിടെ കാണിച്ചെടുത്ത് ഫോണിലൊന്നും കാണില്ല. അതുകൊണ്ട് അയ്യോ ഇവിടെ ഒന്നും ഇല്ലേ, ഇത്രയേ ഉള്ളൂ. ഇതിലാണ് അവൾ ഇത്രയും ഗവേഷണമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ റൂമൊക്കെ കണ്ടോ ഗൈസ്, ഒന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഭയങ്കരമായിട്ട് ഇപ്പം ശരി, ഇവിടെ ഭയങ്കര എക്കോ ആയതുപോലെ ഉണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി. ഭയങ്കര വിഷമമാണ്. ഇവിടെയൊക്കെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഉണ്ടോ ഗൈസ്, എല്ലാം ഇതൊന്നും അടുക്കി പറക്കി നേരെ വെച്ചിട്ടില്ല, വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൃഷ്ണനെയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ആദ്യതാ ഇവിടെ ഉണ്ട്. വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ? അയ്യോ, ബൈ ഗൈസ്. നമ്മൾ ഒന്നിച്ചുള്ള ലാസ്റ്റ് വ്ളോഗായത്. ശരിയാ, നമ്മൾ ഒന്നിച്ചുള്ള ലാസ്റ്റ് വ്ളോഗാണ്. ഗൗരി ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒരുങ്ങുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അല്ല, എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവര് വരും. അവര് വേറെ കുറച്ച് ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അവരത് കഴിഞ്ഞിട്ട് വരും ഗൈസ്. ഞാൻ പോയി ബാക്കി പാക്ക് ചെയ്തിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഇന്നലെ ഐഷു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാങ്ങയൊക്കെ കഴിച്ച് ഒരു കുഞ്ഞ് നമ്മളൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വാ. നമുക്ക് ബാക്കി കാണാം. യെസ് ഗൈസ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം നിങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും അത് ദുഃഖത്തിന് മുമ്പുള്ളൊരു സന്തോഷമാണ്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ഇവിടെ ഫസ്റ്റ് ആദ്യം തുടങ്ങാം. ഓക്കെ, ഇതാണ് എൻ്റെ ഈ ഒരു 3 വർഷത്തിലെ ബെസ്റ്റ് മെമ്മറബിൾ. കൊറേ കഴിഞ്ഞിട്ടുണ്ട്, കൊറേ നല്ല സന്തോഷം വന്നിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സ്ഡായിട്ടുണ്ട്. ഇപ്പൊ നല്ല വിഷമമുണ്ട് എല്ലാവരും പോകുമ്പോ. ശരിയാ, നമ്മുടെ ആ ഒരു എന്തൊക്കെയൊക്കെയോ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ശരിയാണ് ഗൈസ്, അവൾ ഒറ്റയ്ക്കാവാണ്. നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അല്ല, ഇവളെ അറിയാലോ ഗൗതമി, അവളിവിടെ തന്നെ ഉള്ളതാണ്. ഇവള് ഒറ്റയ്ക്കാവും, അതും ഒറ്റയ്ക്കാവും. അപ്പൊ അതിന് അതിൻ്റെതായ നല്ല രീതിക്കുള്ള വിഷമമുണ്ട്. ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. ഐഷു പറഞ്ഞോ. നല്ല വിഷമമുണ്ട്. ഒറ്റ കഴിഞ്ഞു. നല്ല വിഷമമുണ്ട്. നല്ല വിഷമമുണ്ട്. നല്ല രസമായിരുന്നു. കരയാൻ പറ്റില്ല. അതെ, എല്ലാരും മിസ് ചെയ്യും. നല്ല രസമായിരുന്നു. പെട്ടെന്ന് നാളും. ശരിയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം ആയിട്ടില്ല. ജൂലൈയിൽ 1 വർഷം ആവത്തേ ഉള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് എല്ലാരും പിരിയാണ്. ജൂലൈയിൽ 1 വർഷമാവും. പറഞ്ഞു. ഞാൻ വന്നിട്ടില്ല. കൊറേ നാൾക്ക് ശേഷം നമ്മള് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ പെട്ടെന്ന് പോയി. ശരിയാണ്, അതാണ്.
എല്ലാരും ഓരോ സ്ഥലത്തേക്ക് പോകുന്നു. ഐഷു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഗൈസ്. പക്ഷെ എന്നിട്ടും നാളെ ഞങ്ങൾ പോകുന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും തിരിച്ചു വന്നതാണ്. അതെ, എനിക്ക് ഇന്നലെ ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാനും ഗൗതമിയും പ്ലാൻ ചെയ്ത് വന്നത്. സർപ്രൈസ് ആയിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഗൈസ്. അത് ശരിയാ, ഒന്ന് എന്നെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ടൊരു വീഡിയോ എങ്കിലും എടുക്കുമായിരുന്നു. കോളേജിൽ നിന്ന് പിരിവലല്ല, ഇവിടെ നിന്ന് സിമ്പിൾ ഹാപ്പി ഭയങ്കര എന്തിനാ കോളേജ് മിസ് ചെയ്യില്ല. ഫ്രണ്ട്സിനെ നന്നായിട്ട് മിസ് ചെയ്യും. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഒരു സർക്കിളാണ് ഇതൊക്കെ. അപ്പം ഹോസ്റ്റലിൽ നിന്ന ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ നിന്ന ടൈമില് ആ ടൈമില് കിട്ടിയ ഒരു സർക്കിളാണിത്. ആ ടൈം തൊട്ടൊന്ന് പോണ്ടുണ്ടല്ലോ. മിസ് ചെയ്യത്തില്ല, നമുക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് ആയപ്പോ ഭയങ്കര വിഷമം. ഈ എറണാകുളം നമ്മുടെ എല്ലാവരും വിട്ടു പോകുമ്പോ ഭയങ്കര വിഷമം. ശരിയാ, നമ്മൾ എപ്പോഴും പറയായിരുന്നു ഇവിടുന്ന് പോയാ മതിയായിരുന്നു, പോയാറോ ഇപ്പൊ ഭയങ്കര വിഷമമൊക്കെ. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരു ഫീൽ, ഇവിടുന്ന് മുമ്പ് വേറൊരു ഫീൽ. അത് ഭയങ്കര ഒരു വല്ലാത്ത ഫീൽ ആയി. സത്യമാണത്. പറയൂ. ഗൗതമി എന്ന് വെച്ചാല് അവൾ ഇവിടെ ഉള്ള ഒരാളാണ്. അപ്പൊ ഉള്ളവരെല്ലാരും പോവാണ്. അതാണ് അവക്കുള്ള ഒരു സർക്കിളല്ല. ഈ കോളേജിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സർക്കിളായിരുന്നു, അതും പോവാണ്. എല്ലാരും നാട്ടിൽ പോടും. ആകെ അതും ആയാലും നാട്ടിൽ പോകും. ഒരു വർഷം കഴിഞ്ഞാലും പോകും. അപ്പോഴും ഇവിടെ ഉള്ള എല്ലാരും മാത്രമേ ഇങ്ങനെ വിടുള്ളൂ. അവള് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫുഡ് ബ്ലോഗർ ആണ്. ഫുഡ് ബ്ലോഗർ മല്ലു ഹംഗറി. എല്ലാരും സബ്സ്ക്രൈബ്. അതെ, അപ്പൊ വിഷമുണ്ട്. അതാണ് കോളേജ് എങ്ങനെ മിസ് ചെയ്യില്ല. നമ്മുടെ ആ ഉണ്ടാക്കിയ സർക്കിളിലുണ്ടായ മെമ്മറീസും 2 മാസം ഞാനിങ്ങനെ പി ജി നിന്നതൊക്കെയാണ്. നമ്മുടെ പഴയ പി ജിയിലും അതൊക്കെ എല്ലാം ഓർമ്മ വരുന്നു. ഇങ്ങനെ സ്നാപ്പിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോ അതിപ്പോ ലാസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ സർപ്രൈസ് ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വരാം. ശരിയാ, നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഗൗതമിയുടെ വീട്ടിലോട്ട് പോരാ. താഴേക്ക് നോക്കൂ. അല്ല, ഗൗതമി വന്നാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഫിംഗർ റൈഡിങ്. ഗൗതമി ഫ്ലാറ്റിൽ നിന്ന് അവിടുന്ന് വെളിയിലേക്ക് നോക്കൂ. മുറ്റത്ത് 5 മൈനകൾ. നിങ്ങളിങ്ങനെ സർപ്രൈസ് ചെയ്യാൻ വരാട്ടോ. അതെ, ഗൗരി പറയൂ. വിഷമുണ്ട്. ഡയലോഗ് മാറ്റിപ്പിടി. എല്ലാരും വിഷമുണ്ട് പിരിഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടെ എടുത്താലും ചോദിക്കേണ്ട സത്യം. യെസ് ഗൈസ്, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം നമ്മളെ ആ 3 വർഷത്തെ ഒരു മെമ്മറീസ് എന്ന് വെച്ചാൽ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എനിക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കോളേജ് ലൈഫും ഹോസ്റ്റൽ ലൈഫും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നത് ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ്. കാരണം ഞാനും ഗൗരിയും പോവും. ഇത്രയ്ക്ക് മറ്റന്നാൾ വരെ എക്സാം ഉണ്ട്. 28 തീയതി പോവും. ഐഷു ഈ മാസം ലാസ്റ്റ് പോവും. പിന്നെ ആദു മാത്രമായി. ആദു പിന്നെ ഒരു വർഷവും കൂടെ, അവർക്ക് ഇനി കോഴ്സ് ഒരു വർഷവും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ലാസ്റ്റ് സപ്പറാണ് കാണുന്നത്. ലാസ്റ്റ് സപ്പർ, ലാസ്റ്റ് ഉച്ച. ഹാപ്പി ലാസ്റ്റ് ഡേ ടു യു. കേക്കിന് വരെ മാങ്ങ കട്ടിയത്. हैरान हूँ कि कुछ भी न मांगू कभी जो तुम ऐसा हो क्यों कि लगता है हासिल सभी है जो तुम യെസ് ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ്. ലൈക്ക് അങ്ങനെയല്ല, ഇനിയും കഴിക്കും. പക്ഷെ എന്നാലും ഈ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു വൈബിൽ നമ്മൾ ഇനി ഇരുന്ന് കഴിക്കില്ലല്ലോ. യെസ് ഗൈസ്, മാറിക്കൊടുക്കത്തില്ലേ? ബാഹുബലി 2
പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ कैसे तेरी खुद गर्जी ना धूप चुने ना छाँव कैसे तेरी खुद गर्जी किसी ठोर टिके ना पाँव कैसे तेरी खुद गर्जी ना धूप चुने ना छाँव कैसे तेरी खुद गर्जी किसी ठोर टिके ना पाँव बन लिया अपना पैगंबर कर लिया तू सात समुंदर फिर भी सूखा मन के अंदर क्यों रहेगा रे कबीरा मान जा रे फकीरा मान जा आजा तुझको पुकारे तेरी परछाइयाँ रे कबीरा मान जा रे फकीरा मान जा कैसा तू है निर्मोही कैसा हर जाइया ബൈ ബൈ. स्कूटी चार पाई वही ठंडी पुरवाई रास्ता देखे दूधों की मलाई वही मिट्टी की सुराही रास्ता देखे